വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മളെ വീടിനകത്ത് കുറച്ച് നാളായിട്ടൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. നമ്മൾ വീടൊക്കെ വെച്ച സമയത്തേ ഉള്ളതാണ് കേട്ടോ. ഇപ്പം മോളൊക്കെ ചെറുതായപ്പം അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിലെ ഓരോ ലീഫ് ഇങ്ങനെ പറിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിനൊരു കറക്റ്റ് അതിൻ്റെ ഒരു വളർച്ചയൊന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു പുറത്ത് വേറൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിന് അകത്തേക്ക് മാറ്റിയിട്ട് ഈ ചെടീനെ പുറത്ത് കൊണ്ടുവച്ചിട്ട് അതൊന്ന് ശരിയായി വരുന്നവരെ ഒന്ന് പുറത്ത് വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ശരിക്കും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലീഫും ഒക്കെ നിറച്ചുണ്ടായി കഴിഞ്ഞാൽ നല്ല രസമാണ്. അകത്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് പുറത്തെടുത്ത് കഴിഞ്ഞപ്പം കംപ്ലീറ്റ് വേരാണ് കേട്ടോ. ഇതിന്ന് അത് പറിച്ചെടുക്കാൻ കഴിയുന്നില്ല, അത്രയും തിക്കായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മണ്ണും വളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഫുൾ വേരാണ്. അതാണ് ഇതിനൊരു ഗ്രോത്ത് ഇല്ലാതെ ഇതിങ്ങനെ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വൈറ്റ് പോട്ടിലേക്ക് വേറെ ഏതെങ്കിലും ചട്ടിയിലുള്ള മണ്ണൊക്കെ മാറ്റിയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു പ്ലാന്റിന് നടാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. പക്ഷെ അത് കുഞ്ഞതായതുകൊണ്ട് അത് പിന്നെ മാറ്റി. അപ്പോൾ അതിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഒരുപാട് കേട്ടോ. അപ്പം ഞാൻ അതിനെ മാറ്റിയിട്ട് വേറെ ഒന്ന് തന്നെ എടുക്കുകയാണ്. വേറൊരു ചട്ടി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവസാനം നമ്മൾ ഈ ചട്ടി തന്നെ എടുത്തിട്ട് അതിലേക്ക് പ്ലാന്റ് നടാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ വേരൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, ഒരുപാട് സമയം എടുത്തിട്ടോ ഞാനിതൊന്ന് ഈ ഒരു ചെടീനെ മാറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ആ ചെടീനെ അതൊന്ന് മാറ്റിയിട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഇത്രയും വേരുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ ആ വേരും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഇനി വേറൊരു പോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ഇത് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ചെടീനെയും ഇനി ഇതിലേക്ക് നടാൻ വേണ്ടി പോകാം കേട്ടോ. നമുക്കിനി നമ്മുടെ ലിവിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റിനെയും കൂടെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ്, പക്ഷെ അതൊന്നും ഫോക്കസ് ആയില്ല. അപ്പോൾ ഇതാ ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിയിലയും ചാണകവും കോക്പിറ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നടാൻ പോകുന്ന പ്ലാന്റ് അവിടെ കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് നട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു വൈറ്റ് പോട്ടുണ്ടല്ലോ അതിനെ നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ. അതിൻ്റെ പുറത്ത് വശമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ എപ്പോഴും അതിന് നല്ല കെയർ വേണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ ചെടിയൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളെ ചെടികളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അതിൻ്റെ വളം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചില തിരക്കുകൾ കൊണ്ടൊക്കെ അതൊക്കെ വിട്ടു പോകുമ്പം ഇതേപോലെ ചെടിയൊക്കെ നശിച്ചു പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ലീഫുകളൊക്കെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് പൊടികളൊക്കെ കളയാം കേട്ടോ. പുറത്ത് തന്നെ വെച്ചുകൊണ്ട് അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അകത്തേക്ക് ഇതിനെ മാറ്റുന്നതിൻ്റെ മുന്നേ നന്നായിട്ടൊന്ന് ചെടിയൊക്കെ നനച്ചു കൊടുത്തു. ഇനി ഞാൻ പുറത്തുള്ള ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കയറി വരുന്ന സ്റ്റെപ്പിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിൽ ഇപ്പം ഇവിടെ നന്നായിട്ട് മഴയൊക്കെ ഉള്ളപ്പം ആ ഒരു പ്ലാന്റിൽ മാത്രം നനയില്ല കേട്ടോ. പിന്നെ ഇത് നല്ലൊരു തക്കാളിപ്പഴം ആണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഒരു തക്കാളീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ. ഒരു പുളിയൊക്കെ ഉണ്ട്. അത് പഴുത്തിട്ട് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാവും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും. ഇത് പൂക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് നമ്മളെ പാരിജാതം അതിൻ്റെ എല്ലാ ലീഫൊക്കെ ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പ്ലാന്റൊക്കെ റെഡിയായി. പിന്നെ ഞാനെടുത്ത് അകത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചെടിയൊക്കെ നന്നാക്കുന്ന സമയത്ത് പാപ്പു ആമി ഇച്ചിരി നേരം കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആ സമയത്താണ് വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്ന് കളിക്കാന്നില്ല കേട്ടോ. അപ്പം നമ്മളൊക്കെ പണ്ട് കളിക്കുന്ന മണ്ണപ്പൻ ചുടൽ പരിപാടിയിലൊക്കെയാണ് കേട്ടോ പാപ്പു ആമി. അപ്പോൾ ആമിക്ക് പിന്നെ അറിയാം, പാപ്പുവിന് ഇതൊന്നും തീരെ അറിയില്ല കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആമി ഇതേപോലെ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ ഒരു ചിരട്ടയിലൊക്കെ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് പറയുമായിരുന്നു ഇങ്ങനെ ചെടി എന്തോ നടണം, അത് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവളും ആ ഒരു പരിപാടിയിലൊക്കെയാണ് കേട്ടോ.
ഇത് കുഞ്ഞു പോണ്ടാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിന് ചുറ്റും കുറേ കല്ലുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ആ പ്ലാന്റ് ഉണ്ടല്ലോ അതിനെ ഞാനൊന്ന് മാറ്റി വേറൊരു പോട്ടിലേക്ക് ആക്കിയിട്ട് പുറത്ത് തന്നെ വെച്ചു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ റീപോർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.